നമസ്കാരം, എൻ്റെ പേര് മിൻറ്റു. ഞാൻ ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻ ചടലയിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കിൽ അസസ്മെൻറ്റിനെ പറ്റിയാണ്. സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ ഒക്കുപ്പേഷൻ PR-ലോട്ട് ഉള്ള ഒക്കുപ്പേഷൻ, എലിജിബിൾ ആയിട്ടുള്ള ഒക്കുപ്പേഷൻ ഓസ്ട്രേലിയയിലെ ഏജൻസി വഴി റിക്കഗ്നൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കറക്റ്റ് ഒക്കുപ്പേഷൻ തന്നെ ചൂസ് ചെയ്യണം. അതിന് ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ഒരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റിനെ കണ്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിനെപ്പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള ഐഡിയ കിട്ടുന്നത്. നിങ്ങൾ ചിലപ്പോൾ സ്വയം ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള സ്കിൽ അസസ്മെൻറ്റ് കിട്ടുന്നതിന് പകരം നെഗറ്റീവായിട്ടുള്ളത് കിട്ടാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ റോങ് സ്ട്രീമിലുള്ള സ്കിൽ അസസ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളത്, ഈ നിങ്ങളുടെ സ്കിൽ അസസ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഓസ്ട്രേലിയ ഏജൻസീസ് എന്ന് പറയുന്നത് എൻജിനീയേഴ്സ് ഓസ്ട്രേലിയ ഉണ്ട്, അൻമാക് ഉണ്ട്, TRA ഉണ്ട്, ASW ഉണ്ട്, അങ്ങനെ ഒത്തിരി ബെറ്റസസ് ഉണ്ട്, ഒത്തിരി ഏജൻസീസ് ഉണ്ട്. ചില ഏജൻസീസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആദ്യം തന്നെ വേണ്ടി വരും. പക്ഷേ ചില ഏജൻസീസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ബെറ്റസസിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻജിനീയേഴ്സ് ഓസ്ട്രേലിയ, ASW അവർക്കൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ ആവശ്യം വരും. പിന്നെ വരുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റുമാണ്. പിന്നെ വരുന്ന എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട്, എംപ്ലോയ്മെൻറ്റ് പ്രൂഫ്, നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അത് സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, റെഫറൻസ് ലെറ്റർ, അങ്ങനെ പല ഡോക്യുമെൻറ്റ്. പിന്നെ കയ്യിൽ ക്യാഷ് മേടിക്കുന്ന ആൾക്കാർ എങ്ങനെ പ്രൂവ് ചെയ്യും? അവർ റിയലായിട്ട് വർക്ക് ചെയ്തു, പക്ഷേ അവർക്ക് എങ്ങനെ ആ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കാറുണ്ട്. അത് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വഴി പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഒക്കുപ്പേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ്, നിങ്ങൾക്ക് 100% പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് മേടിച്ചു തരാനായിട്ട് ഒരു മൈഗ്രേഷൻ ഏജൻറ്റിനെ സമീപിക്കുക. ഞങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ വഴി സമീപിക്കണമെങ്കിൽ ഞങ്ങൾ വഴി സമീപിക്കാം. അതിൽ ഫസ്റ്റ് ഈ സ്കിൽ അസസ്മെൻറ്റ് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ഒന്നുമില്ല. PR-ന് ആപ്ലിക്കേഷൻ വെക്കുക, പിന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോയിൻറ്റും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് PR-നുള്ള ഇൻവിറ്റേഷൻ കിട്ടും. അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സ്കിൽ അസസ്മെൻറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ല്, ഒക്കുപ്പേഷൻസ്, അത് കറക്റ്റായിട്ടുള്ള ഒക്കുപ്പേഷൻ ചൂസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഏജൻസിയെ കൊണ്ട് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള സ്കിൽ അസസ്മെൻറ്റ് എടുക്കുക, PR-ന് ആപ്ലിക്കേഷൻസ് വെക്കുക. ഇത്രേ ഉള്ളൂ. അപ്പം നന്ദി, നമസ്കാരം.